നമ്മോടൊപ്പം തിരക്കഥാകൃത്ത് വിനു കിരിയത്ത് ചേരുന്നുണ്ട്. ശ്രീ വിനു കിരിയത്ത്, ഇപ്പോൾ ഓംപ്രകാശുമായി ബന്ധമുള്ള ലഹരി കേസിലാണ് ഇപ്പോൾ പ്രയാഗ മാർട്ടിന്റെയും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയുടെയും പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ഇത് സിനിമാ മേഖലയിലെ ലഹരി ബന്ധം കൂടുതൽ ബലപ്പെടുത്തുന്നതല്ലേ? ഇത് വളരെ നേരത്തെ നിർമ്മാതാക്കളുടെ അസോസിയേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇത് സിനിമയിലുണ്ട്, കാരവാൻ സംസ്കാരം തുടങ്ങിയതിന് ശേഷമാണ് ഇതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നിർമ്മാതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നൊന്നും ഇതൊന്നും ആരും അങ്ങോട്ട് വകവയ്ക്കാൻ തയ്യാറല്ല. കാരണം ഇതൊരു മാഫിയ തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള എല്ലാവർക്കും അറിയാം. കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഇത് ചെയ്യുന്നത്. സിനിമ നിർമ്മാതാക്കൾ തന്നെ വിചാരിക്കും ഇത്തരക്കാരെയൊക്കെ സിനിമയിൽ നിന്ന് മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. എത്രയോ നല്ല ആൾക്കാരുള്ളൊരു ഇൻഡസ്ട്രി ഈ കുറച്ചുപേര് കാരണം ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നിർമ്മാതാക്കൾ വിചാരിച്ചാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇവരെയൊന്നും അങ്ങനെ അടുപ്പിക്കരുത്. ഇനി ഇത് വളരെ ഇൻഡസ്ട്രിക്ക് മോശമല്ലേ ഇതെല്ലാം? ഒന്നും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മൾ ഡെയിലി കേൾക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഇത് അന്വേഷണം വരട്ടെ. ഇനിയിപ്പോൾ എന്തായാലും അവരുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം വേണം. ബാക്കി നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്തായാലും നമുക്ക് പറയാമല്ലോ, ഒരു ശുദ്ധികലശം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഇതുകൂടെ വന്നു എന്നുള്ളതേ ഉള്ളൂ. വരട്ടെ, മൊത്തത്തിൽ വരട്ടെ, ഒരു മാറ്റം വരട്ടെ. നിർമ്മാതാക്കൾ എനിക്കൊന്ന് രഞ്ജിത്തും സുരേഷ് കുമാറും ഒക്കെ വളരെ നേരത്തെ പറഞ്ഞു അതിപ്രസരമാണ് ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടപ്പോൾ ഇല്ല എന്നായി. അസോസിയേഷൻ എല്ലാം ഒരുമിച്ച് നിൽക്കട്ടെ. ഈ സിനിമാ മേഖലയിലെ ലഹരി അടിമത്തം ഒഴിവാക്കാൻ എന്തൊക്കെ പ്രതിവിധികൾ ചെയ്യാനാകും? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ടോ? അല്ല, അത് സർക്കാരുമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, ലഹരി നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. കണക്റ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവരും എല്ലാം ചേർന്നിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടൊരു ചർച്ച വെച്ചിട്ട് എന്താണ് ഒരു സൊല്യൂഷൻ. നമ്മൾ വളരെ നേരത്തെ ഞങ്ങൾ പറഞ്ഞ ധൈര്യമായിട്ട് പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷനിൽ വന്ന് നോക്കാം, നിങ്ങൾക്ക് കാരവാനകത്തും കയറാനുള്ള ഇതുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ അതിനെ എതിർക്കുന്നവരും കാണുമല്ലോ, എപ്പോഴും അങ്ങനെയുള്ള അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം. പക്ഷെ സർക്കാർ ഇതിനൊരു തീരുമാനമെടുക്കണം എന്നുള്ളതാണ്. എന്തായാലും നന്നായി വരട്ടെ എന്നുള്ളതാണ്. ഇതൊക്കെ പുറത്ത് വരുന്ന ഈ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഒരിക്കൽ പിറന്നാൾ കള്ളൻ ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന് പറഞ്ഞ പോലെ വരട്ടെ, മാറ്റങ്ങൾ വരട്ടെ. വിഷമമുണ്ട് പക്ഷെ ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ. നന്ദി ശ്രീ വിനു കിരിയത്ത്.